ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ എനിക്ക് ചെറിയ ഇന്നിത്തണ്ടും കായും തന്നത് കുഞ്ഞു കായാണ് കേട്ടോ തന്നത്. അപ്പോൾ ഞാനത് ഇന്നിത്തണ്ട് നുറുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിച്ചു കേട്ടോ. പെട്ടെന്ന് ജസ്റ്റ് ഒരു പേര് തോരൻ ഉണ്ടാക്കാണ് പേര് കേട്ടോ. ഞാനിവിടെ പേര് എന്ന് പറയാം, നിങ്ങളുടെ തോരൻ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനത് ഓർത്തത്. അപ്പോൾ ഞാനത് നമ്മളത് ഇന്നിത്തണ്ട് കട്ട് ചെയ്തതിന് ശേഷം കണ്ടോ, ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഇതൊരു നൂല് പോലെ സംഭവം കേട്ടോ. അത് ജസ്റ്റ് രണ്ട് സൈഡും കളയണം കേട്ടോ. കളഞ്ഞിട്ട് വേണം നമ്മളത് അരിയാൻ. അപ്പോൾ ഞാൻ അരിയട്ടെ കേട്ടോ. ശേഷം ഞാൻ കായ ഇട്ടത് ചെറിയ കുഞ്ഞു കായ കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് കളയാണ്. എല്ലാവർക്കും അറിയാം, ഞാൻ പറയാന്നുള്ളൂ കേട്ടോ. തൊലി കളഞ്ഞിട്ട് അരിയാണ് കേട്ടോ. ചെറുതായിട്ട് കുഞ്ഞിതാക്കിയിട്ട് അരിയണം കേട്ടോ. ഇനി തന്നെ അരി അതേപോലെ കുഞ്ഞിതാക്കിയിട്ടാണ് അരിയേണ്ടത് കണ്ടോ. കുഞ്ഞിത് അല്ലെങ്കിൽ എന്താ അറിയോ, രണ്ടും ഒപ്പം വേവില്ല. അതുകൊണ്ടാണ് ചട്ടിയെടുപ്പത്ത് വെച്ചു കേട്ടോ. ചട്ടിയെടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കേട്ടോ. വെളിച്ചെണ്ണ പറഞ്ഞ ശേഷം കടുകിട്ടു വേപ്പിൻ്റെ ഇല. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഇനിത്തണ്ടും കായും ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണേ. നന്നായി ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പിടുക. പിന്നെ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ മഞ്ഞപ്പൊടി ഇടാറുണ്ട്. ചിലർ അതിന് കളർ ഇളകും മഞ്ഞപ്പൊടി കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം വേണമെങ്കിൽ അത് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അത് അടച്ച് വെച്ചിട്ടോ. കുറച്ച് സമയം കഴിഞ്ഞ ശേഷം അതൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് നല്ല സാധാരണ ചോറിലേക്ക് റേഷനരിത്തെ ചോറ് തിന്നാം. ചോറ് കുറച്ച് ഭയങ്കര ടേസ്റ്റ് ആണ്. എനിക്കതാണ് ഇഷ്ടം. കുറുവരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേറൊന്നും കറി വേണമെന്നില്ല, ഈ തോരൻ മാത്രം മതി കേട്ടോ. പിന്നെ അത് വാങ്ങാൻ നേരത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല മറ്റേ വെറുതെ നിന്നിട്ടില്ല കണ്ടില്ലേ, നമ്മൾ അവിയൽ പോലെ തോന്നുന്നുണ്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഇളക്കിയിട്ട് അത് അടച്ച് വയ്ക്കുക. പിന്നെ വേറൊരു കാര്യം കേട്ടോ, കഷ്ണങ്ങൾ നന്നായിട്ട് കഴുകണം കേട്ടോ. ഞാൻ ആദ്യം കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ കഷ്ണം കാണിച്ചിരുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ബായ്.